കയറി കേട്ടോ. ഭയങ്കര അടിപൊളി റെസ്റ്റോറൻ്റാണ്, നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ബിസിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെട്ട് വെളിയിലാണ്. നല്ല ക്രൗഡുണ്ട് കേട്ടോ, ശരിക്കും ക്രൗഡ്. രണ്ട് ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കണ്ടില്ല. ഇത്രയും ആൾക്കാർ വെളിയിൽ ഇരിപ്പുണ്ട്, ഇതുപോലെ തന്നെ ആൾക്കാർ വെളിയിലുണ്ട്. ഞാനൊരു വെജിറ്റബിൾ സലാഡ് വിത്ത് വാട്ടർ ആൻഡ് ബ്രെഡ് ഓർഡർ ചെയ്തു കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ് ഔട്ട് സൈഡ്. റെസ്റ്റോറൻറ്റ് ഔട്ട് സൈഡാണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്, ജനങ്ങൾ തിക്കി തിരക്കുന്നുണ്ട്. അടുത്തുള്ള സീനാണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്, അവർക്ക് അവർ ഭയങ്കര ബിസി. അവൈലബിൾ ആണ്. അങ്ങനെ എനിക്ക് വെജിറ്റബിൾ സലാഡ് വിത്ത് ബ്രെഡ് വാട്ടർ ഞാൻ ഇത്രയും ഓർഡർ ചെയ്തു. അത് കിട്ടി കേട്ടോ. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ്. ഇതിൽ കഴിച്ചിട്ട് നിങ്ങൾക്കൊന്നും ടേസ്റ്റ് കാണിച്ചിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നും ഇല്ലല്ലോ. വെജിറ്റബിൾസ് സലാഡിൻ്റെ ടേസ്റ്റ് എന്തായാലും അറിയാം. ഞാനിപ്പോൾ എന്തായാലും വേറെ ഫുഡ് ഓർഡർ ചെയ്തില്ല, മീറ്റൊന്നും വേണ്ടാന്ന് വെച്ചു. എപ്പോഴും നമ്മൾ ഈ യൂറോപ്പിലും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്കും മീറ്റ് തീരെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാൻ പറ്റില്ല, എന്ത് മീറ്റാണെന്ന്. പക്ഷേ തുർക്കിയിൽ പോയപ്പോൾ ഞാൻ മീറ്റ് കഴിച്ചു. എന്താ പറയുക, തുർക്കി ഒരു ഇസ്ലാമിക കൺട്രിയാണ്, അപ്പോൾ അവിടെ മീറ്റിനൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് ചിക്കനേ കഴിച്ചുള്ളൂ. പിന്നെ കബാബ് കഴിച്ചപ്പോൾ മീറ്റ് കബാബാണ് കഴിച്ചത്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഔട്ട് സൈഡിൽ നല്ല തിരക്കാണ്. അതുപോലെ റെസ്റ്റോറൻറ്റിന് അകത്തേക്ക് നല്ല തിരക്കാണ്. ആൾക്കാർ കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക. അവരിങ്ങനെ ചോദിക്കുകയാണ്, നീ ഇരിക്കുന്നോ പോകുന്നു, അത്ര തന്നെ. വൺ ക്വസ്റ്റ്യൻ ഓൺലി. ഭയങ്കര റൂഡായിട്ടുള്ള പരിപാടിയാണ്. പറഞ്ഞ ആൾക്കാർ കയറും, ആൾക്കാർ അങ്ങനെ പോകില്ല. ഈ ആഹാരം കഴിക്കും, അത്രയും നല്ല തിരക്കാണ്. എന്തായാലും ഞാൻ ആഹാരം കഴിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ ടോയ്ലറ്റിലൊക്കെ പോയി അടിപൊളിയാണ് റെസ്റ്റോറൻറ്റ്. കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊള്ളാം കേട്ടോ. ഇവിടെ ആൾക്കാരും ശരിക്കും റിലാക്സ് ചെയ്തിട്ട് കഴിക്കുന്നു. ഓ, മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാനിനി ബസ്സിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം എന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മഴ, നല്ല രീതിയിൽ മഴ പെയ്യുന്നു കേട്ടോ. നമ്മളെ ചതിച്ചല്ലോ, ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായല്ലോ. മഴ പണി തന്നു, മഴ പണി തന്നു. പ്രശ്നമുള്ള തിരക്കും ഇപ്പത്തിന് തിരക്ക് പറഞ്ഞ കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായി, സീറ്റ് കിട്ടാനില്ലായിരുന്നു. ഇപ്പം വെളിയിൽ റോഡ് സൈഡിൽ ഇരുന്നവരൊക്കെ ഫുഡൊക്കെ എടുത്ത് അകത്തേക്ക് പോവാണ്. ഓക്കെ, നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, നല്ല ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയൊക്കെ എടുക്കുന്നുണ്ട്. അതെ, ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഹീറ്റർ ഇങ്ങനെ പ്രവർത്തിക്കും. വേണമെന്ന് വെച്ചാൽ ഹീറ്റർ ശരിക്കും ആൾക്കാർ മഴ പെയ്തപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ കയറി റെയിൽവേ ഓർബിറ്റിൻ്റെ ഒക്കെ അടിയിൽ ചെന്ന് നിന്ന് കേട്ടോ. വേറെ വഴിയില്ല, ഞാനും പെട്ടു. ഒന്നാമത്തെ കാര്യം കുട കൊണ്ടുവന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ പോക്ക് ഇപ്പോഴേക്കും കയറിയത്. പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. റിവർ ലോയറെ എന്ന് പറയുന്ന റിവറാണ് കേട്ടോ. ഇത് ഈ ഈഫൽ ടവറിൻ്റെ അടുത്തുകൂടി പാരീസ് സിറ്റി കവർ ചെയ്ത് പോകുന്ന ഒരു റിവറാണ്. ആൾക്കാർ ആവശ്യം പോലെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ശരിക്കും വന്നിരിക്കുന്നത്. നോക്കിയാൽ കുട്ടികൾ സൈക്കിൾ ഓട്ടുന്നു, ജനങ്ങൾ ഓടുന്നു, എക്സസൈസ് ചെയ്യുന്നു, ലേഡീസും ബോയ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. മദ്യപിക്കുന്നവരുണ്ട് ഇവിടെ. ഇങ്ങനെ രണ്ടുപേർ മ്യൂസിക് വെച്ച് മദ്യപിച്ച് ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, രണ്ടെണ്ണം. വേറെ നല്ല ഒഴുക്കുണ്ട്. ഇത് എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ, നല്ല പുഴ ഒഴുകുന്ന പോലെ തോന്നുന്നു, പക്ഷേ ഇങ്ങനെ നല്ല വെള്ളത്തിന് നല്ല ചലനമുണ്ട്. ഇതിനകത്തൂടി ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഇത്രമാത്രം ആൾക്കാർ വന്നിരിക്കുന്നതൊക്കെ, നല്ല തണുപ്പായിട്ടും ആൾക്കാരിങ്ങനെ ശരിക്കും വന്നിരിക്കുക.
നമുക്ക് അപ്പോൾ അപ്പുറ സൈഡിൽ പോയി. അവിടെ നിന്നാണ് ബോട്ട് സർവീസ് കേട്ടോ. ആ കാണുന്ന ഭാഗത്തു നിന്നാണ് ബോട്ട് സർവീസ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബോട്ട് സർവീസ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലല്ല, ഇപ്പോൾ എൻ്റെ മുൻഭാഗത്താണ്. ഇവിടെയാണ് ബോട്ട് സർവീസ്. ഓ, ഇവിടെ ഭയങ്കര വീതിയാണല്ലോ. പക്ഷെ ഞാൻ കണ്ടത് ഇവിടെ യൂറോപ്പിൽ പുഴ ഒരു 2 സൈഡും കെട്ടി നല്ല ആക്കിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്രൗണീസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും വെള്ളം തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. തെളിഞ്ഞ വെള്ളം, അതായത് നോക്കിയാൽ നല്ല തെളിവെള്ളമാണ്. ആ സ്റ്റെപ്പിൽ ഇങ്ങനെ വെള്ളം കയറുന്ന കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും വെള്ളം എത്രത്തോളം തെളിഞ്ഞതാണ്. നല്ല 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 തെളിവെള്ളം. പക്ഷെ പുഴ ഭയങ്കര വലിപ്പമുള്ള പുഴയാണ് കേട്ടോ. എനിക്ക് പുഴ ഒരു രക്ഷയില്ല. അവിടെ ആ ബോട്ട് സർവീസ് നടക്കുന്ന അവിടെ ആൾക്കാർ ആവശ്യം പോലെ ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്നും ഇരിക്കുന്നും ഒക്കെ ഉണ്ട്. അതിൽ 2 ബോട്ട് നിറച്ച് ഇപ്പം ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരാമല്ലോ. ഇവിടെയൊക്കെ ഇത് ഈ ഹോംലെസ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. എന്തെങ്കിലും എല്ലാം ഇങ്ങനെ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ. ഇവിടെയൊക്കെ മരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവിടെ താമസിക്കും. പാമ്പ് കയറില്ല ഇവിടെയൊന്നും. പാമ്പില്ല ഇവിടെയൊന്നും. ഇതൊക്കെ ഇതെല്ലാം ഈ ഒരു താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ, ഹോംലെസ്. നമുക്ക് എത്ര ഇതാ വെച്ചിരിക്കുന്നത്. ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൂടുതൽ ഇതാക്കാൻ പറ്റില്ല. ഇവിടെ ഇവന്മാർ ഭയങ്കര ഈ മനുഷ്യൻ താമസിക്കുന്ന കൂടാരാണെന്ന് തോന്നുന്നു കേട്ടോ. അയാൾ താമസിക്കുന്നത് ആഹാരമൊക്കെ വാങ്ങിച്ച് അതിനകത്ത് കൊണ്ട് വയ്ക്കുന്നു. എനിക്ക് ഈവനിങ്ങിൽ ഇവിടെ തങ്ങുന്നുണ്ട്. ഇവരൊക്കെ ഈ കറുത്ത വർഗ്ഗക്കാരാണ്. ചെന്നൈയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നതാണ്. അവർ ഇതിനകത്താണ് താമസിക്കുന്നത്. ഇതിന് റൂമിന് വാടക കൊടുക്കുന്നില്ല. മഴയൊക്കെ എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്. മഴ പെയ്താൽ വെള്ളം വീഴില്ലേ? You are living here, yeah, brother? This is your home? Home? You from? Huh? Guinea. Guinea. Not Kenya. Oh, Guinea. Guinea. Yeah, Guinea. Okay. Huh? Okay. I don't know, but you are living here? This is your home, huh? How long you are living here? 1 month. 1 month? When you came from Guinea? No, 1 month? when me come here, France, 1 month. 1 month. You didn't found any job? You found job or no? No. No job until now. You came by air or by boat? No. Boat? From where? Guinea to Mauritania. Senegal. Okay. Okay, take care. God bless you. Thank you. അവരാണ് ഇങ്ങനെ അവർ താമസിക്കുന്നത്. സോറി, ഹായ്. അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന കേട്ടോ. സൂപ്പർ കഞ്ചാവ്, 1-ാം തരം കഞ്ചാവ് വലിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ അവൻ്റെ അടുത്ത് പറയാൻ നീ വീഡിയോ എടുക്കരുത്. കഞ്ചാവ്, നല്ല കഞ്ചാവ്. ഇവിടെ ലേഡീസും ജെൻസും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഗിനിയ അങ്ങനെയുള്ളവന്മാരാണ് ഇവിടെ വന്ന് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. പാവം. ഇത് നോക്കിയാൽ ഇതിനകത്തൊക്കെ അവർ കിടക്കുന്നുണ്ട്. എന്തൊരു ജീവിതമാണ് പിന്നെ. ഇത്രയും തണുപ്പും മഴയത്തും ചെളിയിലും ഒക്കെ അവർ അതിനകത്ത് കിടന്ന് എന്ത് ചെയ്യാനാണ്? കഷ്ടം. നല്ലൊരു മനുഷ്യൻ. അവന് വീഡിയോ എടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിൻ്റെ താഴെയുണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പം ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ഈ കാട്ടിൻ്റെ ഇടയിലൊക്കെയാണ് ആൾക്കാർ കിടക്കുന്നത്. അവിടെയൊക്കെ പാലറ്റ് വെച്ചിട്ട് വീട് എന്നൊക്കെ ഉണ്ടാക്കി അവിടെയും കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഗവൺമെൻറ് വേറെ പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മളെ പാർട്ട്നേഴ്സൊക്കെ ലേഡീസായിരുന്നു. നോക്കിയാൽ വേഴാമ്പലുകൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ
ആ മരത്തിൽ ഇങ്ങനെ വേഴാമ്പൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഉണ്ട് വേഴാമ്പൽ. രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. കുറേയൊക്കെ താഴത്തുമുണ്ട്. നോക്കിയാൽ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അതിങ്ങനെ ചെവിയിലും മുഖത്തൊക്കെ അടിച്ചിട്ട് വല്ലാതെ ഇതാകുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഇരുട്ടിയിട്ട് വേണം റൂമിൽ പോയി ഇന്ന് റെസ്റ്റ് എടുക്കാം. ഇത് അടിപൊളി ബോട്ടാണല്ലോ ഈ വരുന്നത്. സെറ്റപ്പ് ബോട്ടാണല്ലോ. അത് റെസ്റ്റോറൻറ്റ് വിത്ത് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ വരും, നമുക്ക് ആ ബോട്ടിനെ കണ്ടിട്ട് പോകാം. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് അവരെന്നെ ശരിക്കും പറ്റിച്ചു. ഇത് പുഴ രണ്ട് സൈഡിൽ കൂടിയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് ഈ മിഡിൽ പാർട്ടിലാണ്. നേരത്തെ അപ്പുറ സൈഡിൽ കൂടിയും ബോട്ടിങ്ങിന് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. നമുക്ക് പോകാൻ പറ്റില്ല. ഇത് വിത്ത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അടിപൊളി സഞ്ചരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇത് നോക്കിയേ, ആൾക്കാരൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബോട്ട് സർവീസ്. എത്ര നേരം ഉണ്ടാവും ഈ സർവീസ്? ഇത് കുറച്ച് നേരം ഉണ്ടാവും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ആഹാരം കഴിച്ച് തീരണ്ടേ, നല്ല ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അങ്ങനെ ഇരിക്കുകയാണ് അതിനകത്ത്. അടിപൊളിയാണല്ലോ. അതിനകത്ത് ബോട്ട്. ഇതിങ്ങനെ റെസ്റ്റോറൻറ്റ് ബോട്ടുകളാണ്. അവിടെ ഇങ്ങനെ ഇതെൻ്റെ അവിടെയുണ്ട്. ഇപ്പം നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു സൈഡും കൂടി കാണാം പുഴയുടെ. അതായത് ഇപ്പം സംഭവം അത് ആ ബോട്ട് ആ സൈഡിൽ നിന്ന് വന്നപ്പോഴാണ് എനിക്കത് മിന്നിയത്. അവിടെ ഇങ്ങനെ ഈ ലോക്കുകൾ ഇത്രയും ഇതൊന്നുമല്ല, ഇതോ വിശ്വാസത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. എന്താ അത് ലോക്ക് കൊണ്ടിട്ടിരിക്കും. ലോക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കും. എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ഇതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇവിടെ എത്തി. ഈ താഴത്തൂടെ നടന്നു വരാൻ പറ്റും കേട്ടോ. ഇവിടേക്ക് വരാം. അവിടെ എന്ന് പറഞ്ഞാൽ ഇതേണ്ട വന്നിട്ട് വെള്ളം അടിക്കുകയൊക്കെ ചെയ്യും. അത് ആ ബേസിൻ്റെ ബിന്നിവിടെ വെച്ച്